നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ അച്ഛൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. അച്ഛൻ കുറേ പിവട്ടൽ പോയിന്റ്സിൽ മൊമെന്റ്സ് ഇൻ ലൈഫിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന്. യെസ്. അത് നമ്മൾ ഓഫ് ദ റെക്കോർഡ് വെറുതെ ഇരുന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ്. ബട്ട് ഐ വുഡ് ലൈക്ക് യു ടു എക്സ്പ്ലെയിൻ അതെന്താണ്, വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് ഹി ഹാസ് ടോൾഡ് യു ആൻഡ് യു ടോൾ മീ അച്ഛനാണ് ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്ത വ്യക്തിയെന്നും. സോ വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് ഹി ഹാസ് അല്ല ടോൾഡ് യു ആൻഡ് ദാറ്റ് ഹാസ് ഷേപ്ഡ് യു? ഞാനിപ്പം ഒരു 3 സിനിമകൾ സംവിധാനം ചെയ്തു എന്ന് പറയുമ്പോഴും ഞാൻ ആ 3 സിനിമകളും 100% ജെന്യുവിനാണ്. ഒരിക്കലും അതിൻ്റെ അതൊരു ഫേക്ക് അല്ല. ഞാൻ ഈ പറയുന്ന പോലെ ആ സിനിമയ്ക്ക് എന്താണോ ആവശ്യം ആ സിനിമയ്ക്ക് വേണ്ടി 100% ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ടെക്നീഷ്യൻസ് ആയാലും എൻ്റെ ആർട്ടിസ്റ്റായാലും ഞാൻ 100% വാങ്ങിയെടുത്തിട്ടുമുണ്ട്. ആ ഒരു അങ്ങനെ ഇപ്പം എൻ്റെ അച്ഛൻ നാടകങ്ങൾ ചെയ്യുന്ന ആളാണ്. അതുപോലെ അമച്ചുറായിട്ടുള്ള തിയേറ്റർ പ്ലേസ് ചെയ്യുന്ന ആളാണ്. ചെറുപ്പകാലങ്ങളിൽ അവർ നാടകങ്ങളിൽ നിന്ന് ഭയങ്കരമായ ഹൈ കണ്ടെത്തിയ ആളുകളാണ്. പിന്നെ ജോലി കാര്യങ്ങളായിട്ട് പോയി ഷിപ്പ് യാർഡിലൊക്കെ പോയി ജോലിക്ക് പോയ ആളാണെങ്കിൽ പോലും അവിടുത്തെ ക്ലബ്ബുകളിൽ നിന്ന് അവർ ആ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ജെന്യുവിനായിട്ടാണ് ആ ഓരോ അപ്രോച്ചിനെയും അവർ ചെയ്യുന്നത് എന്നുള്ളത് ചിലപ്പം ഇപ്പം ഷിപ്പ് യാർഡിലെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുപ്പിന് 7 മണിക്ക് വീട്ടിൽ നിന്ന് പോകും, 9-10 മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിലെത്തും വൈക്കം. അപ്പം ഒരു 1 hour ട്രാവലൊക്കെ ചെയ്ത് വരും. അവിടെ ഉള്ള റിക്രിയേഷൻ ക്ലബിൻ്റെയൊക്കെ നാടകങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അച്ഛൻ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്ത് അല്ലെങ്കിൽ ചിലപ്പോൾ 2-3 ദിവസങ്ങളൊക്കെ വീട്ടിൽ വരാണ്ട് അതിന് വേണ്ടി തന്നെ കംപ്ലീറ്റ്ലി നിൽക്കുന്നത് ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. അത് അത്രയും ഹാപ്പിനെസ് അതിൻ്റെ അകത്ത് ഉള്ളതുകൊണ്ടാണല്ലോ അതങ്ങനെ ചെയ്യുന്നത്. അത് തന്നെ ഞാൻ എൻ്റെ ലൈഫിലെ ഓരോ മൊമെൻറ്റിലും ഈ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ അത്രയേറെ സിൻസിയർ ആകാൻ എന്നെ അവരൊക്കെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ എന്നെ ആദ്യമായിട്ട് 4ാമത്തെ വയസ്സിൽ എന്നെ സ്റ്റേജിൽ കയറ്റുന്നത് അച്ഛനാണ്. ഞാനൊരു വലിയ ക്രൗഡിൻ്റെ മുന്നിൽ നിന്ന് കിളി ചിലക്കുന്ന ശബ്ദവും അല്ലെങ്കിൽ പൂച്ചയുടെ ശബ്ദവും ഒക്കെ ചെയ്താണ് ഞാൻ ആദ്യം തുടങ്ങുന്നത്, മിമിക്രി എന്ന പേരിൽ. അന്ന് എനിക്ക് സ്റ്റേജിൽ കയറാൻ നേരത്ത് മോനെ ധൈര്യമായിട്ട് ചെയ്യടാ എന്ന് പറഞ്ഞൊരു ഷോൾഡറിലുള്ളൊരു പുഷുണ്ടല്ലോ, അത് ഭയങ്കര പവറാണ്. ഇപ്പം നമ്മളെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ സമയങ്ങൾ, കഥകളി, ഞാനൊരിക്കലൊരു എൻ്റെ സിനിമ ബാക്ക്ഗ്രൗണ്ടിലോ ഒന്നും ഒരു കഥകളി ആരുമില്ല. എൻ്റെ മുത്തശ്ശന്മാരോ വെളിച്ചന്മാരോ ആരും കഥകളി ആർട്ടിസ്റ്റൊന്നുമല്ല. വൈക്കം എന്ന് പറയുന്ന ഒരു അമ്പലം അവിടെ ഉള്ളതുകൊണ്ടും വൈക്കത്തെ അമ്പലത്തിൽ ഈ പറയുന്ന കഥകളി ഉള്ളത് കൊണ്ടും എനിക്കെന്തോ ആ കളേഴ്സിനോടും ആ മേളത്തിനോടുള്ള ഭ്രമത്തിൻ്റെ പുറത്ത് 3ാമത്തെയോ 4ാമത്തെയോ വയസ്സിൽ കഥകളി കാണാൻ ഇരുന്നതാണ് എനിക്കുള്ള ആകെയുള്ള ഓർമ്മ. പക്ഷേ എല്ലാ കുട്ടികളും ഇപ്പോൾ എൻ്റെ മക്കൾ വരയ്ക്കുന്നത് സ്പൈഡർമാനും സൂപ്പർമാനൊക്കെയാണ്. പക്ഷേ ഞാനന്ന് വരച്ചുകൊണ്ടിരുന്നത് കഥകളി രൂപങ്ങളാണ്. അപ്പോൾ ഇവൻ എന്താണ് കഥകളി രൂപങ്ങൾ ഇങ്ങനെ വരയ്ക്കുന്നത്, ഇവൻ എന്താണ് ഇത്രയേറെ ഹരവുള്ളതെന്ന് മനസ്സിലാക്കി എന്നെ ഒരു 7ാമത്തെ വയസ്സിൽ കൊണ്ടുപോയി കേരള കലാഭവൻ എന്നുള്ളൊരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി അവർ കഥകളി പഠിപ്പിക്കാൻ ചേർത്തു. അവിടെ ഞാൻ കഥകളി പഠിച്ചു. ഇവൻ ഒരു 16 വർഷത്തോളം ഐ ആം എ ട്രെയിൻഡ് കഥകളി ആർട്ടിസ്റ്റ്. ഞാൻ അമ്പലങ്ങളിൽ പോയി പെർഫോം ചെയ്ത് കാശ് കൊണ്ടുവരേണ്ട ഒരു ആവശ്യം എൻ്റെ വീട്ടിലില്ല. പക്ഷേ അവരെന്നെ അമ്പലങ്ങളിൽ പോയി കഥകളി ചെയ്യാനും വേഷങ്ങൾ കെട്ടാനും ഉറക്കം ഒളിക്കാനും, അല്ലെങ്കിൽ ഞാൻ പോകുന്ന കഥകളിക്ക് അച്ഛൻ ലീവ് എടുത്ത് അമ്പലങ്ങളിൽ വന്ന് ഉറങ്ങാണ്ടിരിക്കാനും ഒക്കെ ഉള്ളൊരു, അപ്പോൾ എനിക്ക് വേണ്ടി അവരത് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് പോകുമ്പം ഒരു സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കാൻ പോവുക എന്ന് പറയുന്നത് ലക്ഷങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ്. അത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒന്നും അറിയാൻ പറ്റുമോ? ഞങ്ങളെപ്പോലത്തെ ഒരു മിഡിൽ ഏജ് ഫാമിലിയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഒരു കഥകളി പെർഫോമൻസ് ഉപജില്ല, ജില്ല, സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു എമൗണ്ട് പോകും. അപ്പോൾ അത് വേണമെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ പേരിൽ അവർക്ക് വേണമെങ്കിൽ മാറ്റി വെക്കായിരുന്നു. അവരൊരിക്കലും എനിക്ക് വേണ്ടി മാറ്റി വെച്ചില്ല. അവന് കിട്ടുന്ന എക്സ്പോഷർ കിട്ടട്ടെ, അവനത് എൻജോയ് ചെയ്യട്ടെ എന്ന് പറയുന്ന മൈൻഡിൽ അന്ന് ഞങ്ങൾക്കൊന്നും ഈ പറയുന്ന, ഞാൻ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്നത് ഞങ്ങൾക്ക് കാറൊന്നുമില്ല. അപ്പോൾ അന്ന് ഈ പറയുന്ന ഫാൻസി ഡ്രസ്സിനും മോണാക്കിനൊക്കെ പോകുന്ന ഒരു ലാംബി സ്കൂട്ടറിൽ സാധനങ്ങളൊക്കെ വെച്ച് കിട്ടി ഞാൻ ഫ്രണ്ടിലും അമ്മ ബാക്കിലും ഒക്കെ ഇരുന്നിട്ടാണ് എന്നെ യൂസ്. അപ്പം അതൊരു ഭയങ്കര, അവരങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ തരുമൂർത്തി ഇല്ല. അപ്പം ഞാൻ അവർ ആർട്ടിനോടും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രൊഫഷനോടും ഒക്കെ കാണിക്കുന്ന ഒരു സിൻസിയറിറ്റി കണ്ടിട്ടാണ് ഞാൻ എന്നെ മോൾഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അവരൊക്കെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന പോലെ ജോലി, ഫാമിലി അല്ലെങ്കിൽ സൊസൈറ്റി സ്റ്റാറ്റസ് എന്നൊക്കെ പറഞ്ഞവർ ഒരു സമയത്ത് അവർ ആർട്ട് ഡിറ്റാച്ച്ഡ് ആയിപ്പോയ ആളുകളാണ്. ഞാൻ ഡിറ്റാച്ച്ഡ് ആയിട്ടില്ല. എനിക്കതാണ് വേണ്ടതെന്ന് ഞാൻ ഡിസൈഡ് ചെയ്തതും അവരെ കണ്ടിട്ടാണ്. തരുൺ എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ അച്ഛൻ്റെ അൺഫുൾഫിൽഡ് ആയിട്ടുള്ള ഡ്രീംസ് ആണ് 100% തരുൺ ഇപ്പോൾ സാക്ഷാത്കരിക്കുന്നത്? അച്ഛനൊക്കെ പണ്ട് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോയപ്പോൾ ഇങ്ങനെ ആഗ്രഹം കൊണ്ട് പോയപ്പം ഇറക്കി വിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാടകക്കാരനാണ്,
ഇയാൾക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഇറക്കി വിട്ടിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ടില്ല. എൻ്റെ അസിസ്റ്റൻസിൻ്റെ അടുക്കയിൽ എൻ്റെ ഡയറക്ഷൻ ടീമൊക്കെ എൻ്റെ വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്യണം, വൈക്കത്തെ വീട്ടിലാണ് സ്റ്റേ ചെയ്യണം. അപ്പം ഇങ്ങനെ അവരുടെ അടുക്കയിൽ പണ്ട് എന്നെ ഇങ്ങനെ ഓഡീഷൻ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് കൊണ്ടുപോയിട്ട് എന്നെ ഇറക്കി വിട്ടിട്ടുണ്ട്, ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയണ പെയിൻഫുൾ സ്റ്റോറീസ് അവരുടെ അടുക്കെ ഷെയർ ചെയ്യുന്നത് ഞാൻ അറിയാറുണ്ട്. എൻ്റെ അടുക്കെ സ്ട്രേറ്റ് പറഞ്ഞിട്ടില്ല ഒരിക്കലും ഇത്. അപ്പം ഞാൻ ഒരിക്കലും എൻ്റെ മുന്നിൽ അഭിനയിക്കാൻ വരുന്ന ആർട്ടിസ്റ്റിൻ്റെ അടുക്കയിൽ ഒരിക്കലും അങ്ങനെ ബിഹേവ് ചെയ്തെന്ന് പഠിച്ചത് ആ ഇമോഷനിൽ നിന്നാണ്. അച്ഛന് നാഷണൽ അവാർഡ് മകന് കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അച്ഛൻ എന്താണ് വന്ന് പറഞ്ഞു തരുന്നത്? ഭയങ്കര സന്തോഷം. അത് ഭയങ്കര സന്തോഷം എന്ന് സെൻസ് ഈ എനിക്ക് കിട്ടുന്ന കോളുകൾ പോലെ തന്നെ പുള്ളിക്കും കോളുകൾ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് വൈകുന്നേരം മുതൽ തന്നെ നിർത്താണ്ട് 2 ദിവസം ഫുൾ അതേ കോളുകൾ തന്നെ അച്ഛന് നാഷണൽ അവാർഡ് കിട്ടിയ പോലെ തന്നെയാണ് അച്ഛനും കിട്ടിക്കൊണ്ടിരുന്നത്. അത് നമ്മുടെ പുള്ളിയുടെ ഒരു ഡ്രീം ഫുൾഫിൽ ചെയ്ത പോലെ മൂവ്മെൻ്റ് ഉണ്ട് അതിൻ്റെ അകത്ത്. കൂടെ വന്നിരുന്നോ? ഇല്ലില്ല, വൈഫാണ്. നമുക്ക് 2 പേരല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം വൈഫാണ് കൂടെ വന്നത്. ഇറ്റ്സ് ഗുഡ്. ബിക്കോസ് ഐ എം ജസ്റ്റ് ട്രൈങ് ടു സീ. കാരണം അച്ഛന് നാടകത്തിനോട് ഇത്രയും താല്പര്യം ഉണ്ടായിരുന്നു, ആക്ടിങ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആക്ടിങ് ചെയ്യാൻ ആക്ടിങ് ചെയ്യാൻ ഒരു ആഗ്രഹമില്ലാത്തതാണ്. സിനിമ പണ്ടൊക്കെ മറ്റേന്ന് വെച്ചാൽ ഇങ്ങനെ ആലോചിച്ച് നിർബന്ധത്തിൻ്റെ പുറത്ത് കൂടെ പോയതാണ്. ഇങ്ങനെ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യാനും അങ്ങനെയൊക്കെ പോയതാണ്. ഞാൻ എൻ്റെ ഓപ്പറേഷൻ ജാവയിൽ അഭിനയിക്കാൻ വേണ്ടി വിളിച്ചു. അഭിനയിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഒരു ബസ് കണ്ടക്ടറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു കാരണവശം ചെയ്യല. ഞാൻ ചെയ്യും, നീ നല്ല ഏതെങ്കിലും നടനെ കൊണ്ട് ചെയ്യിക്കും, നല്ല ഏതെങ്കിലും നടനെ കൊണ്ട് ചെയ്യും. ഞാൻ നല്ല വന്ന് ചെയ്തേ പറ്റുള്ളൂ. ഞാൻ വന്ന് നിനക്കതൊരു ബാധ്യതയാവും. അവരൊക്കെ പറയും അച്ഛനെ അഭിനയിപ്പിക്കാൻ കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് ആ ക്യാരക്ടറിന് അച്ഛൻ്റെ ഫേസ് ഓക്കെയാണ്, വന്ന് അഭിനയിച്ചാൽ മതി. പിന്നെ ഞാനത് കൂടുതൽ സംസാരിക്കുന്നില്ല. ഞാൻ പിന്നെ എൻ്റെ ഡയറക്ഷൻ ടീമിനെ കൊണ്ടുവന്ന് ചെയ്യിക്കണം, വന്ന് ചെയ്യുന്ന നിർബന്ധിക്കുന്ന പിന്നെ അവന്മാരാണ് ഓപ്പറേഷൻ വന്ന് ചെയ്യച്ചാന്ന് പറഞ്ഞാൽ അവന്മാർ വന്ന് ചെയ്യിക്കും. സൗദിയിലും ഇതുപോലെ തന്നെ ഒരു വലിയ എപ്പിസോഡ് അന്ന് കട്ടായി കളഞ്ഞാൻ, അച്ഛനെ കട്ട് ചെയ്ത് കളഞ്ഞാൻ. അതിൻ്റെ ലെങ്തും കാര്യങ്ങളും. അതിൻ്റെ അകത്ത് ലാസ്റ്റത്തെ മജിസ്ട്രേറ്റിനൊപ്പം നടക്കുന്ന ഒരു പിയൂണായിട്ട് കൂടെ ഉണ്ടായിരുന്നു. നല്ല രസമുള്ളൊരു എഴുത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ക്യാരക്ടറായിരുന്നു. ഞാൻ പറഞ്ഞത് ഇതൊന്നും ചെയ്യേണ്ട, വന്ന് ചെയ്താൽ മതി. പുള്ളി ചെയ്തു. പക്ഷേ പാട്ടുകളൊക്കെ മാത്രമേ സിനിമയ്ക്കത്തുള്ളൂ. ഇതുപോലെ തന്നെ തുടരും ചെയ്യാൻ നേരത്ത് ഞാൻ പറഞ്ഞു ഒരു വേഷം ചെയ്യണം. ഞാൻ ചെയ്യുന്നില്ല. അത് ഇവർ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ ചെയ്യുമ്പോൾ ഞാൻ അതിനൊരു ബാധ്യതയാവും. ഇത് തന്നെ പറയണേ. അപ്പം ഞാൻ എൻ്റെ കൂടെയുള്ള അസിസ്റ്റൻ്റ് നിർബന്ധിക്കും. കാരണം എനിക്ക് നിർബന്ധിക്കണമെങ്കിൽ അവരുമായിട്ട് കുറച്ചും കൂടി അച്ഛൻ അറ്റാച്ച്ഡാണ്. അപ്പോൾ ഞാനിങ്ങനെ നിർബന്ധിക്കുന്നു പറഞ്ഞപ്പോൾ അവർ നിർബന്ധിച്ച് അവസാനം ഞാൻ വന്ന് അഭിനയിച്ചൊക്കെ കാണിക്കാം നിങ്ങളുടെ മുന്നിൽ, എന്നാൽ അതൊക്കെ ഓക്കെ ആവുകയാണെങ്കിൽ നിങ്ങൾ എടുത്താൽ മതി എന്നുള്ള അങ്ങനത്തെ ഡിമാൻഡുകളൊക്കെ. അപ്പം പിന്നെ വന്ന് അപ്പം ഫർഹാൻ്റെ ഫാദറായിട്ട് ഒരു വേഷം ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ലാലേട്ടനൊപ്പം ഒരു കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് അതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. 100%. അത് ഡബ്ബൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണ ഞാൻ കാണുന്നുണ്ട്. ഇങ്ങനെ വന്ന് ലാലേട്ടൻ ഇംപ്രവൈസൊക്കെ ചെയ്യണ കാണുമ്പോൾ മോഹൻലാലിനൊപ്പം ഒരു സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ പറ്റിയത് ഭയങ്കര നാച്ചുറലായിട്ട് ചെയ്തിട്ടുണ്ട്. അത്